മനുഷ്യജന്മം അപൂർവമായ ഒരു അനുഗ്രഹമാണ്. അത് ഏറ്റവും ശ്രേഷ്ഠമായതുമാണ് എന്നാണ് ഋഷീശ്വരന്മാരും ശാസ്ത്രങ്ങളും ആവർത്തിച്ച് നമ്മളോട് പറയുന്നത്. ജീവിതത്തിൻ്റെ ആഴവും പരപ്പും അതിൻ്റെ നിഗൂഢതകളും അറിഞ്ഞവരാണ് ഋഷീശ്വരന്മാർ. അതുകൊണ്ട് പ്രപഞ്ചത്തെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും അവർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തികച്ചും സത്യമാണ്. ഇങ്ങനെയൊക്കെയാണെങ്കിൽ ലോകത്തിലെ എല്ലാ ഭാഗങ്ങളുമുള്ള ആളുകളുടെയും ജീവിതത്തിൽ കൂടുതലും വിഷാദമായിട്ടാണ് കാണുന്നത്. പല മക്കളും വിഷമിച്ച് അമ്മയോട് പറയാറുണ്ട്, അമ്മ എൻ്റെ ജീവിതം ഒന്നിനും കൊള്ളാത്തതാണ്, എന്നെ ആർക്കും വേണ്ട, എന്നെ ആർക്കും ഇഷ്ടമല്ല, ഇങ്ങനെ ജീവിക്കുന്ന യാതൊരു അർത്ഥവുമില്ല. ഇങ്ങനെയുള്ള ചിന്തകൾ എന്നെ വല്ലാതെ എപ്പോഴും മനസ്സിനെ അലട്ടുന്നുണ്ട് അമ്മ. ആഴത്തിൽ ചിന്തിച്ചാൽ ഇത്തരം തോന്നുകൾ പലപ്പോഴും അകാരണമാണെന്ന് മനസ്സിലാകും. ഇത് യഥാർത്ഥത്തിൽ നമ്മോട് തന്നെയുള്ള ഒരു ആത്മനിന്ദയായിട്ടാണ് അമ്മയ്ക്ക് തോന്നുന്നത്. അതുകൊണ്ട് മക്കൾ അങ്ങനെ ചിന്തിക്കരുത്. ഇങ്ങനെയുള്ള തെറ്റായ ചിന്തയുടെ ഉള്ളിൽ വേറെ ഇറക്കാൻ അനുവദിക്കരുത് മക്കൾ. അമ്മയ്ക്ക് പറയാനുള്ള സൃഷ്ടിയിൽ കൊള്ളരുതാത്ത ഒന്നുമില്ല. അത്ര കൃത്യമായി അളന്ന് തൂക്കി കുറിച്ചാണ് ഈശ്വരൻ ഓരോ സൃഷ്ടിയും നടത്തിയിട്ടുള്ളത്. എന്നെക്കൊണ്ടൊന്നും കൊള്ളില്ല എന്ന് തോന്നൽ തന്നെ അജ്ഞാനം കൊണ്ടാണ്. അത് നമ്മളോടുള്ള ആത്മനിന്ദയായി നമ്മളെ തന്നെ നമ്മൾ നകറ്റുക ചെയ്യുന്നത്.